ഹലോ, ഇലക്ഷനൊക്കെ വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ 1950 ജനുവരി മാസം 25-ാം തീയതിയാണ് ഇലക്ഷൻ കമ്മീഷൻ വന്നിട്ടുള്ളത്. എന്നാണ് 1950 ജാനുവരി 25, അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ തലേദിവസമാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് രാഷ്ട്രപതി ഇലക്ഷൻ, ഉപരാഷ്ട്രപതി ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, ഈ ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ തലത്തിലും ഉണ്ട്, സംസ്ഥാന തലത്തിലും ഉണ്ട്. ഓക്കെ, നമ്മുടെ നിയമസഭാ ഇലക്ഷൻ നടത്തുന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്ന ആരാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുക, അതുപോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്, ഇലക്ഷന്റെ റിസൾട്ട്, ഫലപ്രഖ്യാപനം എല്ലാം ഈ ഇലക്ഷൻ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ്. നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ ഇലക്ഷൻ കമ്മീഷനുണ്ട്. അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് കമ്മീഷണർമാരും ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ കമന്റ് ചെയ്യാമോ?